നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഗംഭീര വാർത്തയാണ് കാസർഗോഡ് സ്കൂളിൽ നടന്ന ഒരു ഗുരുപൂജയുമായി ബന്ധപ്പെട്ട്, പാദപൂജയുമായി ബന്ധപ്പെട്ട് ഗുരുക്കന്മാരുടെ, മുതിർന്ന സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്തു പോയിട്ടുള്ള അധ്യാപകന്മാരുടെ, ഗുരുക്കന്മാരുടെ പാദപൂജയുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോ ഇടത് പ്രൊഫൈലുകളിലും കമ്മ്യൂണിസ്റ്റ് ജിഹാദി പ്രൊഫൈലുകളിലും വേണ്ട കോൺഗ്രസ് പ്രൊഫൈലുകളിൽ വരെ കാണാൻ പറ്റും ഈ ഗുരുപൂജക്കെതിരെ, പാദപൂജക്കെതിരെയുള്ള അശ്ലീലാത്മകമായിട്ടുള്ള, അതല്ലെങ്കിൽ അത്ര കണ്ട് ഹിംസാത്മകമായിട്ടുള്ള ഹിന്ദു സംസ്കാരത്തിന് നേരെയുള്ള കടന്നുകയറ്റം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾക്കറിയാം, നമ്മുടെ ഭാരതീയ സംസ്കാര പ്രകാരം, അതല്ലെങ്കിൽ ഹൈന്ദവ സംസ്കാര പ്രകാരം ഗുരുവിന് മാതാപിതാ ഗുരു ദൈവമാണ്. മാതാവും പിതാവും കഴിഞ്ഞ് ഗുരുവും കഴിഞ്ഞിട്ടാണ് ദൈവത്തിന്റെ സ്ഥാനം എന്നുള്ളത്. അത്തരത്തിൽ തന്നെ മാതാവിന്റെയും പിതാവിന്റെയും കാല് കഴുകിക്കൊണ്ട് അവര് വന്ദനം നടത്തുക, ഗുരുവിന്റെ വന്ദനം നടത്തുക, പാദവന്ദനം നടത്തുക, അവരുടെ കാൽ തൊട്ട് നമസ്കരിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ കണ്ട് പഠിച്ചിട്ടുള്ള സംസ്കാരമാണ്. ആ സംസ്കാരം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കച്ചകെട്ടി ഇറങ്ങിയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് ജിഹാദി കൊങ്ങികളുടെ, പ്രത്യേകിച്ച് കേരളത്തിൽ മാത്രം ഇസ്ലാമിക ജിഹാദികൾക്ക് തീരെഴുതി കൊടുത്ത ഈ കേരളത്തിൽ ഓരോ ഹിന്ദുവിന്റെയും അഭിമാനമായിട്ടുള്ള സംസ്കാരം നശിപ്പിക്കാൻ വേണ്ടി ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല എന്നുള്ളത് നമ്മൾക്കറിയാം. എന്തായാലും അതിനെതിരെ ശക്തമായിട്ട് നമ്മൾ നിലപാട് എടുക്കേണ്ടതുണ്ട്. കാരണം ഇവിടെ അധ്യാപകന് കുഴിമാടം ഒരുക്കാൻ വേണ്ടി അധ്യാപകനെ തല്ലി ഇറക്കി പച്ചത്തെറി വിളിച്ച് പ്രിൻസിപ്പളിനെതിരെ SFI നടത്തുന്ന സമരങ്ങളുടെയൊക്കെ വീഡിയോ ഇഷ്ടംപോലെ സോഷ്യൽ മീഡിയയിൽ കിട്ടും. പിന്നെയോ അധ്യാപകന്റെ കാല് വെട്ടിക്കൂട്ടി കയ്യും കാലും മാറി മാറി വെട്ടിയ ഇസ്ലാമിക ജിഹാദികളുടെ അധ്യാപകനോടുള്ള ആ സംസ്കാരം നമുക്ക് കാണാൻ പറ്റും. പിന്നെയോ കോൺഗ്രസ്സുകാരുടെ സംസ്കാരം പിന്നെ പറയേണ്ട ആവശ്യമില്ല. കാരണം ഈ നാട് 6.5 പതിറ്റാണ്ട് കട്ടുമുടിച്ചുകൊണ്ട് ഭാരതം എന്ന് പറയുന്ന എന്റെ പെറ്റ നാടിനെ നശിപ്പിക്കുന്നതിൽ ഏറിയ പങ്ക് വഹിച്ച ഈ നാട്ടിലെ കോൺഗ്രസ്സുകാരുടെ, ഭരിച്ച കോൺഗ്രസ്സുകാർ, അവരുടെ ഗുണാഗണങ്ങൾ പറയേണ്ട ആവശ്യമില്ല. ഏതായാലും എന്റെ ഭാരതത്തെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ള ഇവറ്റകളുടെ അവസാനത്തെ കളി ആവണം ഇത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഓരോ ഹിന്ദുവും ഇതിനെതിരെ രംഗത്ത് വരേണ്ടതുണ്ട്. കാരണം നമ്മൾക്കറിയാം, സ്കൂളുകളിലൊക്കെ വെള്ളിയാഴ്ച എന്ന് പറയുന്ന ഒരു ദിവസമുണ്ടല്ലോ. ആ ദിവസം ഉച്ചയ്ക്ക് ഏകദേശം 1-2 മണിക്കൂറൊക്കെ ഇസ്ലാമിക ഈ പറയുന്ന വിഭാഗത്തിന് വേണ്ടി നിസ്കരിക്കാനൊക്കെ വേണ്ടി വിദ്യാഭ്യാസ നയത്തിൽ പോലും, വിദ്യാഭ്യാസ സമയത്തിൽ പോലും, സ്കൂൾ സമയത്തിൽ പോലും മാറ്റം വരുത്തിയിട്ട് അതും മതേതരമാണെന്ന് പറഞ്ഞ് നടക്കുന്ന അത്ര കണ്ട് വൃത്തിഹീനമായിട്ടുള്ള വിദ്യാഭ്യാസ മേഖല, അല്ല കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ആദ്യ രാഷ്ട്രീയ കൊലക്കേസ് പ്രതിയായിരുന്ന വാടിക്കൽ രാമകൃഷ്ണൻ എന്ന് പറയുന്ന ആ പാവം പിടിച്ചൊരു തയ്യൽ തൊഴിലാളി മനുഷ്യനെ വെട്ടിക്കൊലപ്പെടുത്തിയ ആ കേസിലെ പ്രതിയായിരുന്നവൻ ഈ നാട് ഭരിക്കുമ്പോൾ, ഈ ഒരു വിദ്യയുമില്ലാത്ത, ഒരു അഭ്യാസവും ഇല്ലാതെ വെറും ഗുണ്ടായിസവും ക്രിമിനലിസവും മാത്രം കൈമുതലായുള്ള ഒരുത്തൻ വിദ്യാഭ്യാസ മന്ത്രിയാവുമ്പോൾ ഈ നാട്ടിൽ ഇതൊക്കെ അല്ലാതെ എന്ത് എന്ന ചോദ്യം വലിയ പ്രസക്തിയുള്ളത് തന്നെയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ചാനലുകളിലൊക്കെ ചർച്ച വന്നിട്ടുള്ള അതിലെ പ്രസക്തമായുള്ള ചില ഭാഗങ്ങൾ നമ്മൾ കേൾക്കേണ്ടതുണ്ട്. അതിൽ നമ്മൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട RV ബാബു എന്ന് പറയുന്ന ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന പ്രസിഡന്റ്, അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കേണ്ടത് തന്നെയാണ്. അത് ആദ്യം കേൾക്കാം, പിന്നെ വത്സൻ തില്ലങ്കേരിയുടെ വാക്കുകൾ കൂടി കേൾക്കേണ്ടതുണ്ട്. കേട്ടു നോക്കാം. സർക്കാർ മതേതരമാണെന്ന് പറയുന്നു. മാധു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ മതേതരത്തെ കുറിച്ച് പറയാം. അങ്ങനെയാണെങ്കിൽ വെള്ളിയാഴ്ച 2 മണിക്കൂർ അവധി കൊടുക്കുന്നത്, വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കൂർ അവധി കൊടുക്കുന്നത് എന്ത് മതേതരമാണ് മാധു? നോക്കൂ, സ്കൂളുകളിൽ എന്തിനാണ് വെള്ളിയാഴ്ച 2 മണിക്കൂർ അവധി കൊടുക്കുന്നത്? ഇസ്ലാമിക വിഭാഗത്തിന് നിസ്കരിക്കാൻ വേണ്ടി അല്ലേ എന്ന് ചോദിക്കുമ്പോൾ മാധു എന്ന് പറയുന്ന ഇസ്ലാമിക ജിഹാദികളുടെ ആസനം തുടച്ചായാലും വേണ്ടില്ല, ഞങ്ങൾ ഈ രീതിയിലാണ് മാധ്യമം മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് ദൃഢപ്രതിജ്ഞ ചെയ്ത ഒരു ചാനലിലെ ആ ചാനൽ അവതാരിക പറയുകയാണ്, അതൊക്കെ മുൻപേ എഴുതി വെച്ച നിയമങ്ങളാണ് അത്രേ. ആരെഴുതി വെച്ചതാ? ഞമ്മന്റെ 72 ഹൂറികളെയും മദ്യപ്പുഴയും ഒരുക്കി വെച്ച ആ ചങ്ങാതിയാണോ? നമ്മളൊക്കെ അതിന് പറയാറെന്താ? പെണ്ണിനെയും കൂട്ടിക്കൊടുത്ത് നിൽക്കുന്ന ഒരുത്തനെ വിളിക്കുന്ന പേരെന്താ? മദ്യപ്പുഴ ഒരുക്കി നിർത്തുന്ന ഒരുത്തന്റെ പേരെന്താ? ആ ചങ്ങാതിയാണോ ഇതൊക്കെ എഴുതി വെച്ചത് എന്ന് RV ബാബു സാർ ചോദിക്കുന്നില്ല. അതുകൊണ്ട് ഞാനൊന്ന് കൂട്ടിച്ചേർത്ത് ചോദിച്ചു എന്നേ ഉള്ളൂ. ബാക്കി കേൾക്കാം. ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടി, സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നടത്തുന്നു. അതിനെ നടത്തുന്നവരുടെ രാഷ്ട്രീയം എന്താണ്, നടത്തുന്നത് ആരാണ് എന്ന് നോക്കിയിട്ട് വിമർശിക്കുന്ന ഒരു തെറ്റായ കീഴ്വഴക്കം എന്തൊരു ന്യായീകരണമാണെന്ന് ആലോചിച്ച് നോക്കൂ. വെള്ളിയാഴ്ച ദിവസം 2 മണിക്കൂർ എന്തിനാണ് അവധി കൊടുക്കുന്നതെന്ന് RV ബാബു സാർ ചോദിച്ചപ്പോൾ ഇവള് പറയുകയാണ്, മാധു എന്ന് പറയുന്ന ജിഹാദി പ്രീണനം മാത്രം കൈമുതലായിട്ടുള്ള
അവതാരിക എന്ന് മാത്രം കുറ്റപ്പെടുത്താനാവില്ല. ആ ചാനലിന്റെ ഓൾ ഇൻ ഓൾ ആയിട്ടുള്ള ആ സ്ത്രീ പറയാണ് വിഷുവിനും ഓണത്തിനും ഒക്കെ അവധി കൊടുക്കുന്നില്ലേ, അതുപോലെ കൊടുക്കുന്നതാണ് എന്നുള്ളത്. അപ്പൊ ക്രിസ്മസിന് കൊടുക്കാറില്ലേ, ഈസ്റ്ററിന് കൊടുക്കാറില്ലേ, ഈ പറയുന്ന ഇവരുടെ പെരുന്നാളിന് കൊടുക്കാറില്ലേ, അതല്ലെങ്കിൽ ഇവരുടെ നോമ്പുകാലത്തിന് കൊടുക്കാറില്ലേ? അതൊന്നും ചോദിക്കാൻ പാടില്ല. ഞങ്ങൾ ഈ വിഷുവിനും ഓണത്തിനും കൊടുക്കുന്നതിന് ബദലായിട്ടാണ് അത്രയും 2 മണിക്കൂർ സമയം കൊടുക്കുന്നത് എന്ന ന്യായീകരണം നടത്തുന്ന മാധുവേ, നിനക്കൊക്കെ ഏതാണ് പണി ചെയ്യാൻ നല്ലത് എന്ന് ഞാനിവിടെ പറയുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ത്രീ വിരുദ്ധതയാവും. നവോത്ഥാനക്കാരൊക്കെ ഒന്നായിട്ട് ഇളകി വന്നിട്ട് ഞമ്മനെ അങ്ങോട്ട് മൂക്കുകൂടെ കയറ്റിക്കളയും. എന്തായാലും ഞമ്മന്റെ മാധു താത്തയുടെ, ചേച്ചി എന്നല്ല താത്തയുടെ ബാക്കിയൂടെ കേട്ട് നോക്കാം. രാവണൻ കോട്ടകൾ വളരെ ആസൂത്രിതമായി ഈ അരാജകവാദം വളർത്താൻ ശ്രമിക്കുന്നതാണ്. എല്ലാ കുട്ടികളും മാഫിയകളാണോ, എല്ലാ കുട്ടികളും ഈ മയക്കുമരുന്ന് അടിമകളാണോ ഞാൻ പറഞ്ഞിട്ടില്ല. മറിച്ച് ഈ കുട്ടികളെ എങ്ങനെ വളർത്തണം, അവരെ അധ്യാപകരെ അസഭ്യം പറയുന്നവരും അരാജകവാദികളായി ഫ്രീ സെക്സ് വാദികളായി, ഇത് പറഞ്ഞത് കോളേജിന്റെ പ്രിൻസിപ്പളാണ് പറഞ്ഞതല്ല. പറഞ്ഞിരിക്കുന്നു കേട്ടോ. നേരത്തെ പറഞ്ഞത് മതേതരമായ ചടങ്ങാണ്, അത് സംസ്കാരത്തിന്റെ ഭാഗമാണെന്നൊക്കെയാണ്. പക്ഷെ പറഞ്ഞു വന്നപ്പോൾ അവസാനം അത് SFI രാക്ഷസ കോട്ടകൾക്കെതിരായ രാഷ്ട്രീയ പ്രതിരോധമാണ് എന്ന് പറഞ്ഞു പോകുന്നു. 1.5 വയസ്സായ കുട്ടി അനസ്തേഷ്യ കൊടുത്ത് കൊല്ലപ്പെട്ടു. എന്തിന്റെ കാര്യത്തിലാ? ഇവിടെ ഒരു ബാലാവകാശ കമ്മീഷൻ കേസെടുക്കുന്നത് കണ്ടില്ല. നമ്മുടെ നാട്ടില് 1.5 വയസ്സും 2 വയസ്സായ കുട്ടികൾക്ക് ചേലാകരണം നടത്തിക്കൊണ്ട് അവരുടെ ബാലാവകാശത്തെ നിഷേധിക്കുന്ന ചടങ്ങുകൾ നാട് മുഴുവൻ നടക്കുക. എന്നിട്ട് അതിനെ ചോദ്യം ചെയ്യാൻ ഇവിടെ ഇരിക്കുന്ന ഒരു ഈ സ്കൂളുമായി ബന്ധപ്പെട്ട്, ഈ സ്കൂളുകളുമായി ബന്ധപ്പെട്ട് നടന്ന പാദപൂജാലികൾ ഈ വിഷയത്തിനൊപ്പം തന്നെ അതിപ്പോ നേരത്തെ ചോദിക്കുകയാണ് ശ്രീ സന്ദീപ്, എന്തിനാണ് BJPയുടെ ജില്ലാ നേതാവ് RV ബാബു സാർ ചോദിക്കുന്ന ഒരു ചോദ്യത്തിനും ഈ മാധുവിന് ഉത്തരമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ രസകരമുള്ള കാര്യം. അതിനെ ന്യായീകരിക്കാൻ വേണ്ടി വായെ തോന്നിയ കോതയ്ക്ക് പാട്ടുന്ന രീതിയിൽ ഓരോന്നങ്ങോട്ട് എടുത്തിടുകയാണ്. ഇനി നമ്മുടെ ചണ്ടീവ് വാര്യർ ഉണ്ടല്ലോ, കസേര കിട്ടാത്തതിന് തന്റെ ആദർശവും മറ്റുമെല്ലാം ഇസ്ലാമിക ജിഹാദികൾക്ക് തീരെഴുതി കൊടുത്ത് അവന്റെ ആസനം നക്കി നടക്കുന്ന ഒരുത്തനുണ്ടല്ലോ, അവന്റെ ബാക്കി ഭാഗം അവന്റെയാണ്. അതുകൂടെ ഒന്ന് കേൾക്കാം നമുക്ക്. ഗംഭീര, കേട്ടു നോക്കാം. ഗുരുപൂജയുടെ ഭാഗമാക്കിയത്. അപ്പൊ അതിൽ നേരത്തെ പറഞ്ഞതുപോലെ മതേതരമാണ്, സാംസ്കാരികമാണ് എന്നതിനൊക്കെ അപ്പുറത്ത് രാഷ്ട്രീയം കൂടിയില്ലേ? അതോ കേരളത്തിൽ 300-ലേറെ സ്കൂളുകൾ വിദ്യാർത്ഥികളുണ്ട്. ഇപ്പൊ ഈ ആലപ്പുഴ ജില്ലയിലെ ഒരു സംഭവം RV ബാബു സാർ തന്നെയാണ്. നമ്മുടെ ചണ്ടീപ് വാര്യരുടെ ഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ചണ്ടീപ് വാര്യർ പച്ചയ്ക്ക് പറയുന്നുണ്ട് ജിഹാദികളുടെ ആസനം നക്കി തന്നെയാണ് താൻ എന്ന് തെളിയിക്കാൻ വേണ്ടി ചണ്ടീപ് വാര്യർ ഇങ്ങനെ നെഗളിച്ച് പൊളയ്ക്കുന്നുണ്ട്. അത് നമ്മൾ കേൾപ്പിക്കുന്നില്ല. RV ബാബു സാർ ബാക്കി കൂടെ പറയുന്നത് കേൾക്കാം. ആവുന്നതിന് മുമ്പേ തന്നെ അദ്ദേഹം ആ സ്കൂളിന്റെ പ്രസിഡന്റാണ്. നമ്മുടെ നാട്ടിൽ ഗുരു എന്ന സങ്കല്പത്തിന് പഠിപ്പിക്കുന്നവർ മാത്രമല്ല, സമൂഹത്തിലെ ആദരിക്കപ്പെടേണ്ട ആളുകളെ ഒക്കെ വിളിച്ച് ആദരിക്കുകയും അവരെ പാദപൂജ ചെയ്യുകയോ ഗുരുപൂജ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന സമ്പ്രദായം ഈ പറയുന്ന സ്കൂളുകളിലും ഈ സ്ഥാപനങ്ങൾക്കും ഞങ്ങൾക്കൊക്കെ ഉണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന ആ സ്കൂളിന്റെ പ്രസിഡന്റാണ് ഈ പറയുന്ന അനൂപ്. അദ്ദേഹം ജില്ലാ സെക്രട്ടറി ആവണ അനൂപ് സ്കൂളിന്റെ പ്രസിഡന്റാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ആ സ്കൂളിന്റെ ഒരു പ്രധാനപ്പെട്ട വക്താവ്. അപ്പോൾ ഈ ചടങ്ങ് നടന്നപ്പോൾ അദ്ദേഹം അവിടെ ഉണ്ടായി. അതിന്റെ കൂട്ടത്തിൽ അദ്ദേഹത്തെയും ആദരിക്കുന്നത് സംഭവം ഉണ്ടായി. മുതിർന്നവരെ ആദരിക്കുക, ആരാധിക്കുക, അവർ ആദരിക്കാനായിട്ട് കുട്ടികൾക്ക് ഒരു സംസ്കാരം പകർന്നു കൊടുക്കുക എന്ന് പറയുന്നതിനെ ഇത്ര കണ്ട് വിമർശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെ കേരളം എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ അടിസ്ഥാനപരമായി മാധു ചോദിച്ചു, ഇത് മതേതരമായ ചടങ്ങാണോ, മതം ഇല്ലേ എന്നർത്ഥം. നമ്മുടെ നാട്ടിൽ മതമോ സംസ്കാരമോ എന്ന് തിരിച്ചറിയാത്ത ഇത്തരത്തിൽ ഒരുപാട്. ഇപ്പൊ വിദ്യാരംഭം മതമാണോ സംസ്കാരമാണോ? മാധു, വിദ്യാരംഭം നടത്തുന്നത് നമ്മൾ മതം നോക്കിയിട്ടാണോ? എത്രയോ സ്ഥാപനങ്ങൾ, ഈ പറയുന്ന നിങ്ങളുടെ അടക്കമുള്ള സ്ഥാപനങ്ങൾ ഒരു മതചടങ്ങായിട്ടാണോ വിദ്യാരംഭത്തെ കാണുന്നത്? എന്നാൽ വിദ്യാരംഭത്തിന്റെ ചരിത്രമോ അതിന്റെ ഐതിഹ്യമോ നോക്കിയാൽ അതിന് മതവുമായിട്ട് ബന്ധമില്ലേ? അപ്പൊ നമ്മുടെ നാട്ടിൽ ചില സംസ്കാരങ്ങൾ അത് രൂപപ്പെട്ട് അത് പൊതു സംസ്കാരമായിട്ട് മാറുകയാണ്. അല്ല, അവിടെ ഞാൻ ജനങ്ങളോടൊന്ന് പറഞ്ഞോട്ടെ മാധു, വിദ്യാരംഭം നമ്മൾ വിദ്യാലയങ്ങളിൽ ആചാരപരമായി നടത്താറില്ല. നമ്മൾ നാവിൽ ആര് പറഞ്ഞു? ആരാ പറഞ്ഞത്? അത് ഓം ശ്രീ ഹരിശ്രീ ഗണപതയെ നമഃ എന്ന് എഴുതിക്കൊണ്ട് തന്നെ വിദ്യാലയങ്ങളിൽ നടത്തുന്ന എത്രയോ വിദ്യാലയങ്ങളുണ്ട്. ഞാനിതൊന്ന് പൂർത്തീകരിച്ചോട്ടെ. പൊതുവിദ്യാലയങ്ങളടക്കം വിദ്യാലയം എന്ന സങ്കല്പം തന്നെ എന്താണ്? വിദ്യാലയം എന്ന സങ്കല്പം എവിടെ നിന്നുണ്ടായതാ? നിങ്ങളെ തർക്കത്തിന് വേണ്ടി സമ്മതിക്കുന്നു. മാധു, ഞാനൊന്ന് പൂർത്തീകരിച്ചോളാം. മാധു, കാര്യം പറയുമ്പോ അത് പൂർത്തീകരിക്കാൻ സമ്മതിക്കില്ല എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ജിഹാദി ആ ജസ്റ്റ് ഫോക്കസ് ചെയ്തുകൊണ്ട്, അതല്ലെങ്കിൽ സെറ്റ് ചെയ്തു വെച്ച അജണ്ട എന്നൊക്കെ നമ്മൾ കേൾക്കാറില്ലേ, അത്തരത്തിലുള്ള അജണ്ടകൾ പ്രകാരം പ്രവർത്തിക്കുന്ന ജിഹാദികളുടെ ആസനം നക്കി ചാനലുകൾ അത്രയേ ചെയ്യുകയുള്ളൂ. അതുകൊണ്ടാണ് മാധു ഇങ്ങനെ കടകട പാട്ടയിൽ ഈ കോട്ടിയിട്ട് കിളിക്കുന്ന പോലെ ഇങ്ങനെ കടകട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ആ ബാബു സാർ പറയുന്നത് കേൾക്കാൻ സമ്മതിക്കില്ല. കാരണം നമ്മൾക്കറിയാം എന്താണ് ഈ വിദ്യാരംഭം എന്ന് പറയുന്ന സരസ്വതി പൂജ, സരസ്വതി മണ്ഡപം, അതല്ലെങ്കിൽ സരസ്വതി ക്ഷേത്രമായിട്ടാണ് നമ്മൾ സ്കൂളുകളെ കാണുന്നതെന്നും ആ സരസ്വതി വിദ്യാലയത്തിലേക്ക് ഒരു കുഞ്ഞ് കാലെടുത്ത് വെക്കുന്നതിന് മുൻപ് ഹരിശ്രീ ഗണപതായ നമഃ എന്ന ആ കുഞ്ഞിന്റെ
നാക്കിൽ ആദ്യാക്ഷരം കുറിക്കുന്നതും ആദ്യം വിദ്യാലയങ്ങളിൽ നടന്നിരുന്നു. ഈ മാധു ജനിക്കുന്നതിന് മുൻപേ നടന്നിരുന്നു. പക്ഷെ മാധുവിന് എന്തായാലും ഒരു 10-38 വയസ്സേ കാണുള്ളൂ. മാധു ജനിച്ചതിന് ശേഷം കണ്ടിട്ടുണ്ടായിരിക്കില്ല. കാരണം അതിനുശേഷം ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഈ കേരളം നശിച്ച് നാരായക്കല്ല് കാണാൻ വേണ്ടി ഇവിടുത്തെ ജിഹാദി ബേസ്ഡ് അജണ്ട സെറ്റ് ചെയ്ത് വെച്ച് ഭരിക്കുന്ന ഇടതും വലതും ആയതുകൊണ്ട് ഇവിടുത്തെ വിദ്യാലയങ്ങളിൽ ചിലപ്പോൾ ഇനി പക്ഷെ കാണുകയില്ല ഈ വിദ്യാരംഭം ഒന്നും. അതുകൊണ്ട് മാധുവേ, അത് നിന്റെ കുറ്റമല്ല, ഞങ്ങളുടെ കുറ്റമല്ല. ആരുടെ കുറ്റം എന്നറിയാമോ? പിറന്ന കുലമുണ്ടല്ലോ, ആ DNA ഉണ്ടല്ലോ, അതിന്റെ കുറ്റമാണെന്ന് പറയേണ്ടതുണ്ട്. ഇനി മാധു താത്ത കടന്നു കുരുളുന്നത് ബാക്കിയൂടെ കേൾക്കാം. അല്ല, വിജയദശമി ദിവസം നമ്മുടെ രാജ്യത്ത് നിരവധി മതേതര സ്ഥാപനങ്ങൾ എന്ന് പറയുന്ന പത്രസ്ഥാപനങ്ങൾ നടക്കാം. നിങ്ങൾ മാധുവിന് നടത്താറില്ലേ? അല്ല അല്ലെന്ന്. അപ്പൊ ഞാൻ പൊതുവിദ്യാലയം മാധുവിന് എന്ന പത്രസ്ഥാപനമാണോ? അല്ലല്ലോ. അപ്പൊ ഞാൻ പറയുന്നത് അത് സർക്കാർ മതേതരമാണെന്ന് പറയുന്നു. മാധു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ മതേതരത്തെ കുറിച്ച് പറയാം. അങ്ങനെയാണെങ്കിൽ വെള്ളിയാഴ്ച എന്തിനാണ് 2 മണിക്കൂർ അവധി കൊടുക്കുന്നത്? വെള്ളിയാഴ്ച എന്തിനാണ് ഉച്ചയ്ക്ക് 2 മണിക്കൂർ അവധി കൊടുക്കുന്നത്? എന്ത് മതേതരത്താണ് മാധു? ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടി, സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നടത്തുന്നു. അതിനെ നടത്തുന്നവരുടെ രാഷ്ട്രീയം എന്താണ്, നടത്തുന്നത് ആരാണ് എന്ന് നോക്കിയിട്ട് വിമർശിക്കുന്ന ഒരു തെറ്റായ കീഴ്വഴക്കം കേൾക്കൂട്ടോ. എമ്മാതിരി ന്യായീകരണമാണ്. അതായത് ഈ വിഷുവിനും പെരുന്നാളിനും ക്രിസ്മസിനും ഈ ഓണത്തിനും ഒക്കെ കൊടുക്കുന്ന ഇടവേളകൾ പോലെയാണ് അത്രേ എല്ലാ ആഴ്ചയിലുമുള്ള എല്ലാ വെള്ളിയാഴ്ചയിലും 2 മണിക്കൂർ ഇവർക്ക് ഇടവേള കൊടുത്തിരിക്കുന്നത്. ഞമ്മന്റെ പള്ളിയിൽ പോയി നിസ്കരിക്കാൻ വേണ്ടി ഈ പറയുന്ന ആളുകൾക്ക് കൊടുത്ത വിഭാവനം ചെയ്ത ആ രീതിയാണെന്ന് ആരും പറയില്ല. ഒരു ഹിന്ദുവിനോ ക്രിസ്ത്യാനിക്കോ ഏതെങ്കിലും ഒരു ദിവസം ഇത്തരത്തിൽ 2 മണിക്കൂർ പ്രാർത്ഥിക്കാൻ വേണ്ടി അവരവരുടെ ആരാധനാലയങ്ങളിൽ പോകാൻ വേണ്ടി സ്കൂൾ സമയത്തിൽ മാറ്റം വരുത്തിയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലെന്നേ, അത് കാണില്ല. പക്ഷെ ഞമ്മന്റെ അതിനു വേണ്ടി കാണും. അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി മാധു എന്ന് പറയുന്ന ആ ഇസ്ലാമിക ജിഹാദികളുടെ അജണ്ടയ്ക്കനുസരിച്ച് സംസാരിക്കുന്ന സ്ത്രീ പറയുന്ന ന്യായീകരണങ്ങൾ ഒന്നൊന്നര ന്യായീകരണം തന്നെ. മാധു, കാണ്ടാമൃഗം പോലും സുല്ലിട്ട് നിന്റെ കാല് പിടിച്ച് മാപ്പിരക്കും. എന്റെ തൊലിക്കട്ടിയല്ല, നിന്റെ തൊലിക്കട്ടിയാണ് വലുതെന്നും പറഞ്ഞ്. എന്തായാലും മാധു താത്തയുടെ ബാക്കി വാക്കുകൾ കേൾക്കാം. ഇവിടെ എല്ലാ വിദ്യാർത്ഥികളും പഠിക്കുന്ന ഇടത്താണ് അതൊരു സ്കൂളിനെ വേദിയാക്കിയിട്ടാണ് വിമർശനം ഉണ്ടാക്കുന്നത്. അത് എല്ലാ വിദ്യാർത്ഥികളും ചെയ്യണമെന്ന് നിർബന്ധമില്ല. പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന സത്യം കേൾക്കുമ്പോൾ പൊള്ളും. കാരണം എന്താ അറിയാമോ? ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് ചോദ്യം, ഇപ്പൊ ഇവിടെ വലിയ മതേതരത്വം ഒക്കെ പറയുന്ന ആരും തന്നെ 1.5 വയസ്സായ കുട്ടി അനസ്തേഷ്യ കൊടുത്ത് കൊല്ലപ്പെട്ടു. എന്തിന്റെ കാര്യത്തിലാ? ഇവിടെ ഒരു ബാലാവകാശ കമ്മീഷൻ കേസെടുക്കുന്നത് കണ്ടില്ല. നമ്മുടെ നാട്ടില് 1.5 വയസ്സും 2 വയസ്സായ കുട്ടികൾക്ക് ചേലാകർമ്മം നടത്തിക്കൊണ്ട് അവരുടെ ബാലാവകാശത്തെ നിഷേധിക്കുന്ന ചടങ്ങുകൾ നാട് മുഴുവൻ നടക്കുക. എന്നിട്ട് അതിനെ ചോദ്യം ചെയ്യാൻ ഇവിടെ ഇരിക്കുന്ന ഒരു കേരളമാർക്ക് തയ്യാറല്ല. എന്നിട്ട് അഭിമന്യുവിനെ കൊലപ്പെടുത്തിയതിന് ന്യായീകരണം പറയുന്നു. അഭിമന്യുവിനെ കൊലപ്പെടുത്തിയത് പൊക്കപ്പെട്ടുകാരും തീവ്രവാദികളാണ്. അത് ഞങ്ങൾ ഒരിക്കലും ന്യായീകരിക്കുന്ന കാര്യമില്ല. പക്ഷേ ഈ അഭിമന്യുവിനെ സ്നേഹിക്കുന്ന ഈ സഖാവ് മനസ്സിലാക്കണം, അഭിമന്യുവിന്റെ കേസ് ഫയൽ അവിടെ പോയി. അഭിമന്യുവിന്റെ കേസ് ഫയൽ നഷ്ടപ്പെട്ടു. മാറ്റം എന്നിട്ട് ഡ്യൂപ്ലിക്കേറ്റ് കേസ് ഫയൽ ഉണ്ടാക്കിയത് ആരാ നഷ്ടപ്പെടുത്തിയത്? നിങ്ങൾക്ക് വല്ല ആത്മാർത്ഥ്യമുണ്ടോ കേസിൽ? അഭിമന്യുവിന്റെ പ്രതിയെ പിടിച്ചതെന്നാണ് അറിയാമോ? പ്രധാന പ്രതിയെ പിടിച്ചത് 2 വർഷം നിങ്ങളുടെ മൂക്കിന് താഴെ എറണാകുളത്ത് താമസിച്ച ആളാണ്. നിങ്ങൾക്ക് പിടിക്കാൻ കഴിഞ്ഞിരുന്നോ 2 വർഷം? എന്നിട്ട് അഭിമന്യുവിന്റെ പേരിൽ വലിയ വീരവാദം അടിക്കുന്നോ? ഞാനിവിടെ പറഞ്ഞത് SFIയിലെ രാവണൻ കോട്ടകൾ വളരെ ആസൂത്രിതമായി ഈ അരാജകവാദം വളർത്താൻ ശ്രമിക്കുമെന്നാണ്. എല്ലാ കുട്ടികളും മാഫിയകളാണെന്നോ എല്ലാ കുട്ടികളും ഈ മയക്കുമരുന്ന് അടികളാണെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല. മറിച്ച് ഈ കുട്ടികളെ എങ്ങനെ വളർത്തണം, അവരെ അധ്യാപകരെ അസഭ്യം പറയുന്നവരും അരാജകവാദികളായി ഫ്രീ സെക്സ് വാദികളായി ഇത് പറഞ്ഞത് കോളേജിലെ പ്രിൻസിപ്പളാണ്. നോക്കൂ, ഇവൾ ന്യായീകരിക്കുന്ന ന്യായീകരണം കേട്ടില്ലേ? ഇവിടുത്തെ കഞ്ചാവോളിയായിട്ടുള്ള പെണ്ണുപിടിയനായിട്ടുള്ള ബലാത്സംഗ വീരനായിട്ടുള്ള ആളാണ് എന്ന് ഒരുപാട് മീറ്റു ആരോപണങ്ങളിലൂടെ തെളിയിക്കപ്പെട്ട് കഞ്ചാവ് കേസിൽ അകത്തു പോയ വേടൻ എന്ന് പറയുന്ന ഒരുത്തനാണ് ഇവിടത്തെ ഈ വിദ്യാഭ്യാസ മന്ത്രിയായാലും മുഖ്യമന്ത്രിയായാലും ഇവിടത്തെ പ്രതിപക്ഷമായാലും ഇവരുടെയൊക്കെ മാതൃകാപരമായിട്ടുള്ള പുരുഷൻ.
അയാളെ സ്വീകരിച്ചുകൊണ്ട് ഇവിടുത്തെ യുവതലമുറയ്ക്ക് കഞ്ചാവും മയക്കുമരുന്നും നിങ്ങൾ അടിക്കും, പെണ്ണ് പിടിക്കും എന്ന സന്ദേശം നൽകുന്ന സർക്കാർ, അതല്ലെങ്കിൽ സർക്കാരിന്റെ കീഴിലുള്ള ജിഹാദി ബേസ്ഡ് അജണ്ട സെറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾ അവരിത് പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. എന്തുകൊണ്ട് ഇത്തരത്തിൽ മാധു ഇങ്ങനെ ചാടി ചാടി പറയുന്നതെന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമുള്ളൂ, ഇവർക്കൊക്കെ ഫണ്ട് ചെയ്യുന്നത് ഇസ്ലാമിക ജിഹാദികളാണ് എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല ജിഹാദികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, എന്തെന്നറിയാമോ? ഇങ്ങനെ കാക്കകളുടെ പ്രത്യേകം കണ്ടില്ലേ, കാക്കക്കൂട്ടത്തിൽ കല്ലിട്ടാലെന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇങ്ങനെ പൊതിഞ്ഞ് ആക്രമിക്കും, അതല്ലെങ്കിൽ പൊതിഞ്ഞ് ചേരും. അതുകൊണ്ട് മാധ്യമങ്ങൾക്ക് വേണ്ടത് ജിഹാദികളുടെ ഈ പൊതിഞ്ഞു ചേരലാണ്, ഞങ്ങളെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് കോടിക്കണക്കിന് രൂപ തരലാണ്, പരസ്യം കൊടുക്കലാണ്. അതുകൊണ്ട് ഇസ്ലാമിക ജിഹാദികൾക്ക് വേണ്ടി ഞങ്ങൾ ഏതറ്റം വരെയും പോകും. അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങൾ പരസ്യത്തിലൂടെ ഞങ്ങൾക്ക് നക്കാനുള്ളത് തരൂ, നിങ്ങളുടെ അമേധ്യമായാലും ഞങ്ങൾ നക്കിക്കൊള്ളാം എന്ന് പച്ചയ്ക്ക് തെളിയിക്കുന്ന ഇത്തരത്തിലുള്ള ചാനലുകാരുടെ ഏറ്റവും വലിയ ആ ഒരു ഇരട്ട മുഖം ഇവിടെ പച്ചയ്ക്ക് തുറന്നു കാട്ടേണ്ടതുണ്ട്. ജിഹാദികൾക്ക് വേണ്ടി പടവാളെടുത്ത് പൊരുതുന്ന മാധു താത്ത ഒന്നൊന്നര താത്ത തന്നെയാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട വത്സൻ തില്ലങ്കേരി സാർ അദ്ദേഹം പറയുന്ന കുറച്ച് വാക്കുകളുണ്ട്, 1.5 മിനിറ്റ്, അതോടെ കേട്ട് നോക്കാം നമുക്കത്. സാറിനോടാണ് പറയുന്നത്. അതായത് കുട്ടികൾക്ക് ശാസ്ത്രബോധമാണ് നൽകേണ്ടത്, കുട്ടികളെ അധ്യാപകന്മാരുടെ കാര്യം പിടിക്കുകയല്ല വേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞു. അധ്യാപകരുടെ കാര്യം പിടിച്ചെന്ന് പറഞ്ഞിട്ട് SFIക്കാര് ബാലാവകാശ നിയമപ്രകാരം കേസ് കൊടുക്കണമെന്ന് പറഞ്ഞു, കുറെ കൊടുത്തു. ഞാൻ ഒരു കാര്യം ചോദിക്കുന്നത്, കഴിഞ്ഞ വിജയദശമി ദിവസം കേരളത്തിന്റെ തലസ്ഥാനത്ത് ക്ലിഫ് ഹൗസിൽ വെച്ചിട്ട് 5 പിഞ്ച് കുട്ടികളുടെ കൈ, മൃദുലമായ പിഞ്ചുള്ള കൈകൾ പിണറായി വിജയൻ എന്ന കേരളത്തിലെ മുഖ്യമന്ത്രി ബലപൂർവ്വം പിടിച്ച് തന്റെ അടുത്ത് വെച്ച പാത്രത്തിലുള്ള അരിയിൽ ആ കുട്ടി സങ്കടത്തോടുകൂടി ദയനീയമായി പിണറായി വിജയൻ നോക്കുന്ന സമയത്ത് ആ അരിയിൽ ഈ വിരൽ വെച്ചിട്ട് എന്തൊക്കെയോ എഴുതിക്കുന്നത് കണ്ടു. വിജയദശമി ദിവസമാണ് നടന്നത്. അതിലൂടെ എന്ത് ശാസ്ത്രജ്ഞാനമാണ് ആ കുട്ടിക്ക് പിണറായി വിജയൻ പറഞ്ഞു കൊടുത്തത് എന്ന് പറയാം. ശങ്കരൻ നമ്പൂതിരിപ്പാടും ഇതേ കാര്യം തന്നെ ചെയ്തിട്ടുണ്ട്, നായനാറും ചെയ്യാറുണ്ട്. മറ്റൊരു കാര്യം കൂടി ചോദിക്കാണ്, നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞാൽ പലപ്പോഴും ബൂമറാങ്ങാവും. പിണറായി വിജയനും അതുപോലെ തന്നെ ശ്രീ നായനാരും കൂടി റോമിൽ മാർപ്പാപ്പയെ കാണാൻ വേണ്ടി പോയി. മാർപ്പാപ്പയെ കാണാൻ പോയപ്പോ മാർപ്പാപ്പയ്ക്ക് ഉപഹാരമായി കൊടുത്തത് ശ്രീമദ് ഭഗവത്ഗീതയാണ് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എല്ലാം കൊടുത്തത്. അപ്പോ ചില നേതാക്കന്മാരിൽ ചില ആളുകൾ ഇതിനെയൊക്കെ അംഗീകരിച്ചിട്ടൊക്കെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ആരെപ്പോഴും ചോദിച്ചാൽ അറിയാം, വിപ്ലവ നായികയായിരുന്ന ഗൗരിയമ്മ അവരുടെ പാദപൂജ നടത്തിയ കാര്യം നിങ്ങൾക്ക് വേണമെങ്കിൽ അന്വേഷിച്ചാൽ അറിയാവുന്നതാണ്. ഒരു കാര്യം കൂടി പറയാമാണ്, നമ്മുടെ ഈ നാട്ടിൽ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായി, പൈതൃകത്തിന്റെയും വിശ്വാസത്തിന്റെയും ഭാഗമായി ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിനെല്ലാം ആക്ഷേപിച്ച് ഇല്ലാതാക്കാം എന്നാണ് നിങ്ങൾ കരുതുമെങ്കിൽ ഏകപക്ഷീയമായി ഹിന്ദുവിന്റെ വിശ്വാസങ്ങൾ ഇതുപോലെ തകർക്കാമെന്നാണ് ഈ SFI കുട്ടികളെ വിട്ടുകൊണ്ട് നിങ്ങൾ ഇതിനെല്ലാം നശിപ്പിക്കാം എന്നാണ് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അതിശക്തമായ തിരിച്ചടി ഇവിടുത്തെ ഹിന്ദു സമയത്ത് നിന്നുണ്ടാവും. ആ തിരിച്ചടി താങ്ങാൻ നിങ്ങൾ കഴിയില്ല. ഇത് അവസാനിപ്പിക്കുന്നതാണ് നിങ്ങൾ നോക്കൂ, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ RSS അതല്ലെങ്കിൽ BJP അതല്ലെങ്കിൽ ഹിന്ദുത്വ സംഘടനകൾ ഇവിടെ ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ ശക്തി പ്രാപിച്ച് വന്നില്ലായിരുന്നുവെങ്കിൽ ഈ കേരളത്തിലെ ഹിന്ദുവിന്റെ അവസ്ഥ എന്താകുമായിരുന്നു ചിന്തിച്ചിട്ടുണ്ടോ? ഇവർ ഹിന്ദു ഹിന്ദു എന്ന് പറഞ്ഞ് RSSും BJPയുടെയും പേര് ചാർത്തിക്കൊണ്ട് ഇവരെല്ലാ ഹിന്ദു ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ക്ഷേത്ര സംസ്കാരത്തിനും അടക്കം എല്ലാ സംസ്കാരവും നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ അതിനെതിരെ പ്രതിരോധിക്കാൻ ഇവിടെ RSS ഉണ്ടായിരുന്നില്ല എങ്കിൽ, വ്യത്യസ്ത ഹിന്ദു സംഘടനകൾ ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താകുമായിരുന്നു ഈ നാട്ടിലെ ഹിന്ദുവിന്റെ അവസ്ഥ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇനി ക്രിസ്ത്യാനിയുടെയോ? നോക്കൂ, ക്രിസ്ത്യാനിയുടെ എത്രയോ അച്ഛന്മാരും അതുപോലെ സഭാ പുരോഹിതന്മാരും ഒക്കെ ഈ നാട്ടിലെ മയക്കുമരുന്നിന്റെ ഇത്ര കണ്ടുള്ള ആധിക്യം മാത്രമാണോ? ഇവിടുത്തെ ലവ് ജിഹാദിനെ കുറിച്ച്, ഇസ്ലാമിക ഭീകരതയെ കുറിച്ച് അവരുടെ മക്കൾക്ക് ബോധവൽക്കരണം എന്ന രീതിയിൽ അവരുടെ ചർച്ചുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ, ക്ലാസ് എടുത്തപ്പോൾ ആ പിതാക്കന്മാരെയും അച്ഛനെയും ഒക്കെ കൊല്ലാനും കൊലവിളിക്കാനും ഒക്കെ മുന്നിട്ടിറങ്ങിയത് ആരാ? ഇവിടത്തെ ഇടതും വലതും അടക്കമുള്ള ഇസ്ലാമിക ജിഹാദികളടക്കമുള്ള വലിയ ഭീകര സംഘടനകൾ തന്നെയായിരുന്നു. എന്നിട്ടോ ഒരു ക്രിസ്ത്യാനിയെയും സഹായിക്കാൻ ഇവന്മാർ വന്നില്ല. പക്ഷെ ക്രിസ്ത്യാനിക്ക് അപ്പോഴും ഒരു തോളോട് തോൾ നിന്നുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ സഹോദരന്മാരാണ്, സഹോദരിമാരാണ്, അമ്മമാരാണ്, മക്കളാണെന്നും പറഞ്ഞ് തോളോട് തോൾ ചേർന്ന് നിന്ന് ഏതൊരു പുരോഹിതനായാലും സഭാ അച്ഛന്മാരായാലും പള്ളിയായാലും ചർച്ചായാലും അവരെയൊക്കെ സഹായിക്കാൻ വേണ്ടി വന്നത് RSSക്കാർ മാത്രമായിരുന്നു, BJPക്കാർ മാത്രമായിരുന്നു, ഹിന്ദു സംഘടനകൾ മാത്രമായിരുന്നു. അപ്പോൾ ഇവിടത്തെ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും ഏകരക്ഷ ഇവിടത്തെ RSSും ഹിന്ദു സംഘടനകളും തന്നെയാണ്. അപ്പോൾ RSSന്റെയും BJPയുടെയും ഒക്കെ ഇത്ര കണ്ട് ഹിന്ദുത്വ അജണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഇവിടത്തെ നമ്മുടെ ആചാരങ്ങൾ നശിപ്പിക്കാൻ വേണ്ടി ഈ തീവ്രവാദികളെ കൂട്ടുപിടിച്ച് ഇടതും വലതും രംഗത്ത് വരുമ്പോൾ, ഇസ്ലാമിക ജിഹാദികളുടെ അമേദ്യം നിന്ന് ആ ശക്തിയിൽ നമ്മൾക്കെതിരെ രംഗത്ത് വരുമ്പോൾ, നമ്മളെ ചവിട്ടാൻ കാലെടുത്ത് പൊക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഇവിടത്തെ RSSകാരനും BJPക്കാരനും ഹിന്ദു സംഘടനകളും മാത്രമേ ഉള്ളൂ എന്ന് ക്രിസ്ത്യാനിയും ഹിന്ദുവും മനസ്സിലാക്കാത്തിടത്തോളം കാലം ഇത്തരത്തിലുള്ള ഈ ജാതി കോമരങ്ങളുണ്ടല്ലോ, കഞ്ചാവടിച്ചും പെണ്ണുപിടിച്ചും ബലാത്സംഗം നടത്തിയും നടക്കുന്ന, പൊളച്ചു നടക്കുന്ന വേടന്മാരെ ആരാധിച്ചുകൊണ്ട് കുഞ്ഞുമക്കളുടെ മനസ്സിലേക്ക് കറുത്ത വിഷത്തിന്റെ ആ നിറമായി അവന്റെ കറുത്തുടുപ്പിട്ട ആ മനുഷ്യനെ പ്രതിഷ്ഠിക്കുമ്പോൾ ചിന്തിക്കുക,
നമ്മൾക്ക് നഷ്ടം നമ്മുടെ കുഞ്ഞുമക്കളെയാണ്. നമ്മുടെ കുഞ്ഞുമക്കൾ ഇത്തരത്തിൽ മയക്കുമരുന്നടിച്ചും കഞ്ചാവടിച്ചും പെണ്ണുപിടിച്ചും നടന്ന് നശിക്കുമ്പോൾ സഖാക്കന്മാരുടെയൊക്കെ മന്ത്രിമാരുടെയൊക്കെ MLA-മാരുടെയൊക്കെ വലിയ വലിയ നേതാക്കന്മാരുടെയൊക്കെ മക്കൾ എവിടെയാണ് പഠിക്കുന്നതെന്നും എവിടെയാണ് ജോലി എടുക്കുന്നതെന്നും ഇനിയെങ്കിലും ഓരോ ഹിന്ദുവും കണ്ണു തുറന്ന് രാഷ്ട്രീയ ജാതിമത ഭേദമില്ലാതെ അടിമത്തം പേറാതെ ഇനിയെങ്കിലും ചിന്തിക്കാനുള്ള സമയമായിട്ടുണ്ട്. അത് അതിക്രമിച്ചിരിക്കുന്നു എന്ന് ഉറക്കെ പറയേണ്ടതുണ്ട്. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.